ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിന്ന് ബിരിയാണി വെക്കുന്നത് കലത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സവാള, തക്കാളി, ക്യാരറ്റ്, മല്ലിച്ചപ്പ്, പുതിനയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയാണ്. ഇവയെല്ലാം നമുക്ക് സ്ലൈസായി അരിഞ്ഞ് വയ്ക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഒരു കോളിഫ്ലവർ കൂടി വേണം കേട്ടോ, അത് ഇതിൽ ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ട്. കഴുകി വെച്ച കോളിഫ്ലവറിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം. ഈ കോളിഫ്ലവറിൻ്റെ മിക്സ് ഒരു അരമണിക്കൂറെങ്കിലും വെക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് വ്യത്യാസം മനസ്സിലാവും. കൂടുതൽ സമയം ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്നതാണ്. അപ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല കൂടി വെക്കാം. ഇനി നമുക്ക് അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടാവട്ടെ. മൺകലത്തിലാണ് കേട്ടോ പറഞ്ഞ പോലെ നമ്മൾ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ മൺകലത്തിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്നും ഉപയോഗിച്ചാൽ ഈ ചോറിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. വെളിച്ചെണ്ണ ഇട്ട് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ചട്ടിയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാവുന്നതാണ്. ഇനി ആ കലത്തിൽ തന്നെ നമുക്ക് കുറച്ച് പെരിഞ്ചീരകം, വേപ്പിൻ്റെ ഇല, പച്ചമുളക് എന്നിവ ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഇപ്പം എല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ സ്ലൈസാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴന്ന് വരുമ്പോഴാണ് നമുക്ക് മസാലയുടെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ സവാള നന്നായി വഴന്ന് വരട്ടെ. അപ്പോൾ അത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ടുണ്ട്. സവാള നന്നായി വെന്ത ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മുരിഞ്ഞ് വന്നപ്പോൾ തക്കാളി, അതുപോലെ തന്നെ അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ്, പിന്നെ ഉരുളൻകിഴങ്ങ് എന്നിവയാണ്. അപ്പോൾ നമുക്കത് രണ്ടും കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ആ തക്കാളിയുടെ നിന്നൊക്കെ വെള്ളം ഇറങ്ങട്ടെ. ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഏകദേശം ആയിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതേ തക്കാളിയൊക്കെ പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. കിഴങ്ങൊക്കെ ഒന്ന് വേവാൻ ആവശ്യത്തിനുള്ള കുറച്ച് മാത്രം ഒരു അര ഗ്ലാസ് വെള്ളം നമുക്ക് ഈ മസാലയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ മസാലയിലെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയിലോട്ട് പൊടികളൊക്കെ ഒന്ന് നന്നായി പിടിക്കട്ടെ. നമുക്കിതിലേക്ക് പാകത്തിന് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ ചെറുനാരങ്ങ ഒന്നും ഉപയോഗിക്കുന്നില്ല, തൈര് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ തൈര് കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. തൈരിൻ്റെ പുളി കൂടി മസാലയ്ക്കൊക്കെ പിടിക്കട്ടെ. നമുക്കതിലേക്ക് മല്ലിച്ചപ്പ്, പുതിനയില കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. ചട്ടിയിലായതുകൊണ്ട് തന്നെ കരിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി വേറൊരു കലത്തിലേക്ക് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുമ്പോഴത്തേനും നമുക്ക് പാകത്തിനുള്ള അരി എടുക്കാം. ഞാനിവിടെ 1/2 കിലോ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ കുറച്ച് മാത്രം മതി. നമുക്കിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കലത്തിൽ വെച്ച വെള്ളം വെന്തിട്ടുണ്ട്. വെള്ളത്തിലേക്ക് പെരിഞ്ചീരകം, ഏലക്കായ, പട്ട, ഗ്രാമ്പു, ഏലക്കായ എന്നിവ ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് നന്നായി വെട്ടി തിളക്കട്ടെ. നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ചോറിന് പാകത്തിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കാം. ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഓയിലാണ് കേട്ടോ. അരി ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചേർക്കുന്നത്. നമുക്കിത് അടച്ച് വയ്ക്കാം. നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം.
എല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം അടച്ച് വയ്ക്കാം. ഇതിപ്പോൾ നമ്മുടെ അതിൽ നിന്ന് ചോറിന്ന് തിള പൊന്തിയിട്ടുണ്ട്. നമുക്കിത് വെന്തോന്ന് നോക്കാം. ഒരു 90% വേവായാൽ മതിയാവും. മുഴുവൻ വേവാവേണ്ട ആവശ്യമില്ല. കാരണം മുഴുവൻ വേവായാൽ നമ്മൾ ദമ്മിടുന്നതാണ് ചോറിന്. അപ്പോൾ ചോറ് പെട്ടെന്ന് വേവേറിപ്പോവും, കുഴഞ്ഞു പോവും. അപ്പോൾ ബിരിയാണി കഴിക്കാനേ ടേസ്റ്റ് കുറയും. അപ്പോൾ നമ്മൾ പാകം നോക്കിയെടുക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ വെള്ളം ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചോറ് കലത്ത് നിന്ന് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതേ കലം തന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി കലത്തിലേക്ക് ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം, ചോറിട്ട് കൊടുക്കാം, മാറ്റി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒറ്റ ലെയറിലേ മസാല ചേർക്കുന്നുള്ളൂ കേട്ടോ. നടുക്കത്തെ ലെയറിലാണ് നമ്മൾ മസാല ചേർക്കുന്നത്. അപ്പോൾ മസാല മൊത്തമായിട്ട് നമുക്ക് ചോറിൻ്റെ മേലെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് മാറ്റി വെച്ചിട്ടുള്ള കോളിഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാലയിൽ കോളിഫ്ലവർ ചേർത്തിട്ടില്ല. നമ്മൾ ഇപ്പോൾ ദമ്മിടുന്ന സമയത്ത് മാത്രമേ നമ്മൾ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ മേലേക്ക് മല്ലിച്ചപ്പ്, പുതിനയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള ചോറ് കൂടി നമുക്ക് കലത്തിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മുടെ റൈസിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന സംഭവമാണിത്. ഒരു പാൻ ചൂടാക്കി നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് നമ്മുടെ സ്പൈസസ് ആയിട്ടുള്ള പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പെരിഞ്ജീരകം എന്നിവ ഇട്ട് കൊടുത്ത് ചൂടാക്കിയെടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ ക്യാരറ്റ്, പിന്നെ അതുപോലെ തന്നെ മല്ലിച്ചപ്പ്, പുതിനയില, ഉണക്കമുന്തിരി എന്നിവ ചേർത്ത് കൊടുക്കാം. ഓവർ സ്പീഡിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ഇലകളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. സ്പീഡ് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ മുന്തിരിയൊക്കെ ഒന്ന് വറവായി വരട്ടെ. അപ്പോൾ അതേ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിത് ചോറിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിൽ എക്സ്ട്രാ ഡാൽഡ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇത് ദം ചെയ്തെടുക്കുന്നത്. അതിൻ്റെ മേലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് അടച്ച് വയ്ക്കാം. ദമ്മിടാൻ വേണ്ടിയിട്ട് നമ്മൾ പഴയ പാൻ ചട്ടി കേട്ടോ. പാൻ ചട്ടിയുടെ മേലെ അടുപ്പിൽ നിന്നുള്ള കണൽ വാരി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വെയിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി.